ട്രംപിൻ്റെ പ്രപ്പോസൽ വന്നു. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്റ്റീൻകാരെ ഇങ്ങോട്ട് പോകും. 2020 ട്രംപ് ഇതേ പ്രപ്പോസൽ കൊടുത്തിരുന്നു. അതായത് ജോർദാനോടും ഈജിപ്തിനോടും പറഞ്ഞു, ഈ പാലസ്റ്റീൻകാരെ, അതായത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിൻ്റെ സൈഡിൽ താമസിക്കുന്നവർക്ക് ഈ ജോർദാനും ഈജിപ്തും ഇവരെ ഏറ്റെടുക്കണം. അന്ന് രണ്ട് രാജ്യങ്ങളും അതിനെ എതിർത്തു. കാരണം ട്രംപ് അങ്ങോട്ട് ഒഴിയുന്ന ഒരു സമയമായി ട്രംപ് തോൽക്കും എന്നുള്ള ധാരണ. അവർ പറഞ്ഞ് എത്നിക് ക്ലീൻ അത് ചെയ്യാൻ സമ്മതിക്കില്ല. മറ്റുള്ള പല രാജ്യങ്ങളും അതിനെ എതിർത്തു. പക്ഷെ എന്നാണ് ട്രംപ് അധികാരത്തിലേറിയത്, അതിനുശേഷം ട്രംപിൻ്റെ സ്പെഷ്യൽ എൻവോയ് സ്റ്റീഫൻ സി വിറ്റ്കോഫ് ഈ പറയുന്ന ജോർദാനുമായിട്ടും ഈജിപ്തുമായിട്ടും നിരന്തരം ഡിസ്കഷൻ നടത്തി. ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന രണ്ട് രാജ്യങ്ങളും ഈ വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമുള്ള ഈ പാലസ്റ്റീൻകാരെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് ട്രംപ് ഒരു ഓർഡർ കൊണ്ടുവന്നു. പല രാജ്യങ്ങളുടെയും എയ്ഡ് സസ്പെൻഡ് ചെയ്തു. അതിനകത്ത് ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെ എയ്ഡ് മാത്രം സസ്പെൻഡ് ചെയ്തില്ല. അതിന് കാരണം ഇത് തന്നെയാണ്. ആ സമയത്ത് ഈജിപ്തുമായിട്ടും ജോർദാനുമായിട്ടും ഈ ടോക്സ് ഫുൾ പിച്ചിലായിരുന്നു. ഇപ്പോൾ ഏകദേശ ധാരണയായി ഈ രണ്ട് രാജ്യങ്ങൾ ഏകദേശം 30 ലക്ഷത്തിൽ അധികം വരുന്ന ഇവരെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ നോർത്തേൺ ഗാസയിലോട്ട് ഈ പാലസ്റ്റീൻകാർ വരാൻ നേരത്ത് ഈ ഇസ്രായേൽ സേന തടുത്തു. അങ്ങോട്ട് വരരുത്, അവിടെ ഫയറിംഗ് ഉണ്ടായി. അവരോട് ഇപ്പോഴവിടെ വരാൻ പറ്റില്ല, ഡീല് പൂർണ്ണമായ ശേഷം മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി. അപ്പം അതിൻ്റെ ഏകദേശ ധാരണയാണ്. കാരണം ഡീല് ഏകദേശം രണ്ടാമത്തെ ഫേസിലോട്ട് കടന്നിട്ടില്ല. ഒന്നാമത്തെ ഫേസിങ്ങിന് നിൽക്കുകയാണ്. ഇന്നലെ 4ഓളം പേരെ വിട്ടു. അതിന് പ്രതിഫലമായിട്ട് 100-ലധികം പാലസ്റ്റീൻകാരെ തിരിച്ചങ്ങോട്ട് ഗാസയിലോട്ട് വിട്ടു. ഇപ്പം എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്? പറയാൻ സാധിക്കുന്ന ചില റിപ്പോർട്ട്സുകൾ അമേരിക്കയിൽ നിന്നും വരുന്നത്, ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജോർദാനിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, ഈജിപ്റ്റ് വലിയ സാമ്പത്തിക ക്രൈസിസിലാണ്. അപ്പം അതിനെ സഹായിക്കാമെന്ന് അമേരിക്ക ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈജിപ്തിന് അറിയാവുന്നൊരു വസ്തുത, ഇനിയും അവർക്ക് ഈ റഷ്യയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം റഷ്യ ഏകദേശം സാമ്പത്തികമായിട്ട് വാറിലുമൊക്കെ തകർന്നു പോയി. അപ്പോൾ അവർക്ക് രക്ഷ വേണമെന്ന് പറയുന്ന ഒന്നുകിൽ അമേരിക്ക സഹായിക്കണം, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കണം. ഷെങ്കൻ രാജ്യങ്ങൾ ഒരുമിച്ച് ഈജിപ്തിന് പല ലോണുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം റെഫ്യൂജിയുമായിട്ട് ബന്ധപ്പെട്ട ശരിക്കും ഈ ഗാസയിൽ നിന്നും ഈ വാറുമായിട്ട് ബന്ധം ഇഷ്ടംപോലെ റെഫ്യൂജികൾ ഏകദേശം 3.5-4 ലക്ഷം പേര് ഈജിപ്തിലുണ്ട്. അതേപോലെ തന്നെ സിറിയയിലുണ്ട്, ലെബനനിലുണ്ട്. അവർ തന്നെ വരും ഏകദേശം 6 ലക്ഷം പേര്. ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, അവിടെ താമസിപ്പിക്കാനും അവർക്ക് അവിടെ സ്പെഷ്യാലിറ്റി കൊടുക്കാനും ഈജിപ്റ്റ് തയ്യാറാണ്. അതേപോലെ തന്നെ ജോർദാനും തയ്യാറാകുന്നതിൻ്റെ കാര്യമുണ്ട്. കാരണം പല സന്ദർഭങ്ങളിലായിട്ട് അവിടുന്ന് പോയ പാലസ്റ്റീൻസുകാർ അവിടെ ഉണ്ട്, അവരുടെ ബന്ധുക്കളും മറ്റുള്ള ആൾക്കാരും. അപ്പം ഇതിന് ഈ സൗദി അറേബ്യയും UAE-യുമാണ് അമേരിക്കയെ പിന്താങ്ങുന്നത്, ഈ രാജ്യങ്ങളോട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി. അവർ പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും അതേപോലെ അമേരിക്കയും അവിടെ സിറ്റികൾ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കും, ജോർദാനിലും ഈജിപ്തിലും. അതായത് സാമ്പത്തിക സഹായം കൊടുക്കും. അതേപോലെ തന്നെ അമേരിക്ക അതിനുവേണ്ടി എല്ലാ പിന്തുണയും. ഒന്നും മനസ്സിലാക്കുക, ജോർദാനിൽ അമേരിക്കൻ ബേസ് ഉണ്ട്. ഈജിപ്തിൽ അമേരിക്കൻ ബേസ് വരാനുള്ള സാധ്യത കൂടുതലാണ്, സൂയസ് കനാലും മറ്റ് ഹൂത്തികളുടെയൊക്കെ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട്. കാരണം അവിടെ ഈജിപ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിം ബ്രദർഹുഡിൻ്റെ തീവ്രവാദി സംഘടനയാണ്. അവിടുത്തെ പട്ടാളം കംപ്ലീറ്റ് എൻഗേജ്, അവരുടെ സാമ്പത്തികം അതിൻ്റെ പേരിൽ അടിച്ച് പല ആൾക്കാരും നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അമേരിക്ക കൊടുത്ത ഓപ്ഷൻ നോക്കാം. അപ്പം ഞാനൊരു ആദ്യമായിട്ടാണ് മലയാളത്തിൽ പറയുന്നത്, അമേരിക്ക ഒരു ഓപ്ഷൻ കൊടുത്ത് ഇന്തോനേഷ്യയാണ്, കാലിമണ്ഡൽ എന്ന് പറഞ്ഞ ദ്വീപ്. അവിടുത്തെ ഒരു ഓപ്ഷൻ കൊടുത്ത്, രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കൊടുത്തത് ഈ പറയുന്ന ജോർദാനും ഈജിപ്റ്റുമാണ്. അപ്പം ഇവിടെ തികയാന്ന് വരുന്നതിന് അങ്ങോട്ട് വിടാമെന്നുള്ള ധാരണയാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, പ്രസിഡന്റ് ട്രംപായിട്ട് എലക്ട് ചെയ്ത ശേഷം അവരെ അന്നേ ഈ നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ. കാരണം ആ ദ്വീപ് ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാണ്. ഇപ്പോൾ ദ്വീപിൻ്റെ വെസ്റ്റേൺ ഭാഗത്ത് അതിൻ്റെ കുറച്ച് സാറ്റലൈറ്റ് സർവേകളൊക്കെ നടന്നു.
രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നവർക്ക് ഈജിപ്തും ജോർദാനും. കാരണം ഈജിപ്തും ജോർദാനും ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇവരുടെ ബന്ധുക്കൾ, ഇവരുടെ പല പാലസ്തീൻകാർ അങ്ങോട്ടാണ് പോയിരിക്കുക. അവരെ ഏകദേശം ഈ രണ്ട് രാജ്യങ്ങളിലായിട്ട് ഏകദേശം 20 ലക്ഷത്തിന് മുകളിലുണ്ട്. അപ്പോൾ അവർക്കങ്ങനെ ഈ എത്നിക്കായിട്ടുള്ള സംഭവങ്ങളായിട്ട് കയറി അവിടെ താമസിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ അവരെ സാമ്പത്തികമായിട്ട് അറേബ്യൻ രാജ്യങ്ങളായ UAEയും സൗദിയും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ. കാരണം ഇനി അവിടെ ഒരു ഇതേപോലൊരു ഇഷ്യൂ ഉണ്ടാകരുത്, എന്നേക്കുമായിട്ട് പാലസ്റ്റീൻ എന്ന് പറയുന്ന സംഭവം ഈ റീജിയനിൽ ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു നടപടിയെടുത്ത് ഈ രണ്ട് രാജ്യങ്ങളും അനുകൂലമാണെന്ന് പറഞ്ഞു. ഇനിയും അടുത്ത പോയിന്റിലോട്ട് വരാം. എന്താണ് ട്രംപ് നേരത്തെ പറഞ്ഞത്? അതായത് ഇലക്ഷനൊക്കെ മുമ്പ് അപ്പോൾ ഈ പറയുന്ന ഇസ്രായേലി ചെറുതാളത്തെ ഡെവലപ്പ് ചെയ്തേ മതിയാവത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്ക തയ്യാറാണ്. അതാണ് ട്രംപ് അവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിറിയയുടെ ഭാഗം, ലെബനൻ്റെ ഭാഗം, അവിടുത്തെ ഇസ്രായേൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഗ്ലോബൽ മീഡിയയോട്. അവർ ഈ രണ്ട് ഭാഗത്തു നിന്ന് പിന്മാറാൻ തയ്യാറല്ല, അവരുടെ ബഫർ സോണായിട്ട് വെക്കുക. കാരണം അതിനൊരു തീരുമാനം. കാരണം ഇന്ന് വരെ സിറിയയുടെ ഭരണാധികാരി, അതായത് താൽക്കാലിക പ്രസിഡന്റ് സവായി മഹ്മൂദ് സഫാരി, അതായത് ജൊലാനി എന്ന് പറയുന്നത് ശരിക്കുള്ള പേര്, അയാൾ പറഞ്ഞില്ല ഇസ്രായേൽ മാറാൻ. കാരണം അയാളുടെ സെക്യൂരിറ്റി ഇപ്പോൾ ഇസ്രായേലാണ് നോക്കുന്നത്. ലെബനൻ്റെ പുതിയ പ്രസിഡന്റ് പറഞ്ഞു, പക്ഷേ ആ പറഞ്ഞ കാര്യം പിന്നീട് അയാൾ പ്രസ് ചെയ്യുന്നില്ല. ആദ്യമായിട്ടാണ് സൗദി അറേബ്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി സിറിയയിൽ വരുന്നത്. അതിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് ഇസ്രായേലാണ്. അതാണ് അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ അവർക്കും. കാരണം ഈ പറയുന്ന ജുലൈ അവിടെ എന്ത് സംഭവിക്കാം, അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പം ഡമാസ്കസ് എയർപോർട്ടിൽ നിന്ന് ഇവരെ കാണുന്നതിന് വരെയുള്ള മുഴുവൻ സെക്യൂരിറ്റി ഇസ്രായേലാണ് കൊടുക്കുന്നത്. ലെബനനിലും അതേപോലെ അവിടെയുള്ള ബെയ്റൂട്ടിൻ്റെ സെക്യൂരിറ്റി വിദേശ നേതാക്കളും അതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കുന്നത് ഇസ്രായേലാണ്. ഇതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്കൊന്നും ഇസ്രായേൽ അവിടുന്ന് പോകണ്ട, പഴയ ആ തീരുമാനത്തിൽ നിന്നൊക്കെ മാറ്റി. കാരണം ഏത് സമയത്താണ് ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം, ഇസ്ലാമിക തീവ്രവാദികൾ അവരെ അറ്റാക്ക് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സേഫായിട്ട് ഇസ്രായേൽ അവിടെ ഉള്ളതാണ്, അവരുടെ ബേസ് അവിടെ ഉള്ളതാണ് അവർക്കും ഇഷ്ടം. അല്ലെ അവരെ ഏത് രീതിയിലാണ് അടിച്ച് മാറ്റിയിട്ട് നാളെ മറ്റൊരു സംഭവം കയറി വരുന്നത് അവർക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുതിയ ഡെവലപ്മെൻറ്റ്, അത് 2020 ട്രംപ് കൊടുത്തൊരു പ്രപ്പോസലാണ്. കാരണം അത് ഇൻ പ്രിൻസിപ്പൽ ജോർദാൻ അക്സെപ്റ്റ് ചെയ്തു. കാരണം അമേരിക്കൻ ബേസുണ്ട്, അമേരിക്കയുടെ വലിയ സഹായം കിട്ടുന്ന ഒരു രാജ്യമാണ്. രണ്ടാമത് ഈജിപ്തിന് വലിയ സഹായം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് പണിതു കൊടുക്കാൻ, അത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി അമേരിക്കയും UAEയും ഇവരും സഹായിക്കുമെന്ന് പറഞ്ഞു. സൗദി അറേബ്യ ഇത് മനസ്സിലാക്കി ഇവിടെ നിന്നൊക്കെ ഖത്തറിനെ ഒഴിവാക്കി. ഖത്തറിന് ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതായി. ഇതോടുകൂടിയാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആ റീജിയൻ്റെ അകത്ത് ട്രംപ് വരുമ്പം പ്രാധാന്യം കിട്ടിയൊരു രാജ്യമെന്ന് പറയുന്നത് ഒന്ന് UAE, രണ്ടാമത് സൗദി. പിന്നെ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്ന രാജ്യമായിരിക്കും ഈജിപ്തിനും ജോർദാനും. കാരണം അമേരിക്കൻ താല്പര്യങ്ങളും ഇസ്രായേൽ താല്പര്യങ്ങളും സംരക്ഷിച്ചു. അതിൻ്റെ ഈജിപ്തിന് സ്പെഷ്യൽ നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും മോസ്റ്റ് ഫേവേർഡ് നേഷനാകാൻ സാധ്യതയുള്ള രാജ്യമാണ് ഈജിപ്റ്റ്. കാരണം ബേസിക്കലി അവർ ഒരു റഷ്യൻ ചായകളും റഷ്യൻ വെപ്പൺസും റഷ്യൻ രീതിയിലുള്ള സംഭവങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും പൂർണ്ണമായിട്ട് അവർ അമേരിക്കൻ പക്ഷത്തോട്ട് പോവുകയാണ്. കാരണം അവിടുത്തെ ഇൻറ്റേർണൽ ഇഷ്യൂവും അവിടുത്തെ ഇസ്ലാമിക് റാഡിക്കലൈസേഷനും അതേപോലെ തന്നെ മുസ്ലിം ബ്രദർഹുഡ്, പിന്നെ സാമ്പത്തിക വിഷയം, അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഹൈ ആയിട്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് മാറാൻ വേണ്ടി ഈജിപ്റ്റും അമേരിക്കയുടെ കൂടെ നിൽക്കും. അപ്പം ഇതോടുകൂടി എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പാലസ്റ്റീൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി. ഇപ്പോൾ കേരളത്തിലെ സുഡാപ്പികൾക്ക് ഇനി ഹമാസിൻ്റെ കൂടെ നിൽക്കാം. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും വിളിച്ച് കേരളത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ പറയുന്ന മിനി പാകിസ്ഥാനിലൊക്കെ സ്ഥലം കൊടുത്ത് അവരെ ട്രെയിനിങ് കൊടുത്ത് നിങ്ങളുടെ കൂടെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്.